അള്ളാഹു അല്ലാതെ മറ്റേ ദൈവമില്ല, പ്രവാചകനല്ലാതെ മറ്റേ പ്രവാചകനില്ല. ഞാൻ കാറിലിങ്ങനെ യാത്ര ചെയ്യാണ്. അപ്പോൾ കടുവാപ്പള്ളി മുസ്ലിം മോസ്കിന് ഫ്രണ്ടിൽ ചെന്നപ്പോൾ വാങ്ക് വിളിക്കുന്ന ശബ്ദം. വണ്ടി നിർത്തി. ഞാൻ പറഞ്ഞേ, നീ പോയി നിസ്കരിച്ചിട്ട് വരാൻ പോയി. അവൻ പോയി നിസ്കരിച്ചിട്ട് തിരിച്ചു വന്നു. കാറ് സ്റ്റാർട്ട് ചെയ്തു. അവൻ പറഞ്ഞു, എന്നെ ഇതുവരെ ഇങ്ങനെ പ്രാർത്ഥിക്കാനാ ഒരു ദിവസം വിട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു, നീ പ്രാർത്ഥിച്ചെന്ന് നിനക്ക് മനസ്സിലായോ? മൈക്കോട് വിളിച്ച് പറഞ്ഞ സാലാഹു അർത്ഥം അറിയാമെന്ന് വെച്ചു. അവൻ അർത്ഥം പറഞ്ഞൂടാ. അള്ളാഹു അല്ലാതെ മറ്റേ ദൈവമില്ല, പ്രവാചകനല്ലാതെ മറ്റേ പ്രവാചകനില്ല എന്ന് പറയുന്ന ആ അറബി ഭാഷയിൽ പറയുന്നതിൻ്റെ അർത്ഥം ഈ മുസ്ലിം, അവൻ ഭയങ്കര ഭക്തനായ ഒരു മുസ്ലിമാണ്. ഞാൻ പിന്നെ അവൻ്റെ കാറിലെടുത്തി ഈ മുസ്ലിങ്ങളുടെ മൈക്കിൽ വിളിച്ച് പറയുന്നതിൻ്റെ മുഴുവൻ അർത്ഥം അവനെ പറഞ്ഞ് മനസ്സിലാക്കി. കാറ് തിരുവനന്തപുരത്ത് അവനെ മനസ്സിലാക്കി. അപ്പോൾ സാധാരണ മുസ്ലിമിന് അവൻ്റെ പള്ളിയിൽ അറബി ഭാഷയിൽ പറയുന്നതിൻ്റെ അർത്ഥം അറിഞ്ഞൂടാ. ക്രിസ്ത്യാനി അവൻ്റെ വേദപുസ്തകം മുഴുവൻ വായിക്കുന്നില്ല. ഋഗ്വേദമോ ഭഗവത്ഗീത മുഴുവൻ വായിച്ച ഒരു കുട്ടിയെ കോളേജിൽ കണ്ടുകിട്ടാൻ പറ്റുന്നില്ല. ഇവിടെയാണ് എൻ്റെ പ്രശ്നം. എന്തോ ചൊല്ലുന്നു, അവനും ഏറ്റു ചൊല്ലുന്നു, ജസ്റ്റ് റിപ്പീറ്റിങ്. അത് പാടില്ല. അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കണം.